നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ പഴയ ഒരു ബന്ധം, ചില സമയത്ത് നമ്മൾ പഴയ ഒരു സ്നേഹം ഉണ്ടായിരുന്ന ഒരാള് നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ കോളേജിൽ പഠിച്ചതായിരിക്കാം, സ്കൂളിൽ പഠിച്ചതായിരിക്കാം. ഭയങ്കര സ്നേഹമൊക്കെ തോന്നിയെങ്കിലും അത് പിന്നെ കോളേജ് വിട്ടപ്പോഴും സ്കൂള് വിട്ടപ്പോഴും ഒക്കെ അത് പോയി അല്ലെ. എന്നാലും ഇടയ്ക്ക് നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ആ വ്യക്തി ഇപ്പോഴും നമ്മളെ ഓർക്കുന്നുണ്ടോ, ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇത് എനിക്കൊരാള് റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ എടുക്കുന്ന റീഡിംഗ് ആണ്. ആ വ്യക്തി നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോ ഞാൻ ആദ്യം ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കാൻ പോകുന്നത്. ഭഗവാൻ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഇനി എത്രത്തോളം റെസൊനേറ്റ് ചെയ്താലും ഇതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കരുത് കേട്ടോ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കാർഡ് മാറിയണം, എന്നാലും ഞാനത് മെസ്സേജ് ആയിട്ട് എടുക്കാറുള്ളൂ. അത് വീണിട്ട് കാര്യമില്ല. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ മഹാശിവരാത്രിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. ലവ് ആൻഡ് ഹാർമണി ഓൾവേസ്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളിപ്പോ വിവാഹം കഴിക്കാതിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഹാപ്പിനെസ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സന്തോഷം വന്ന് കയറും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരും. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അടുത്ത് തന്നെ എന്നൊരു പ്രത്യാശ തരുന്ന ഒരു കാർഡാണിത്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ഈ ഓർക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. പലരും പല അവസ്ഥയിലായിരിക്കും അല്ലെ. നമ്മളുടെ കൂടെ പഠിച്ചവര് പലരും പല